ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ദേവസ്വം ബോർഡ് ഭരണസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുപ്പിയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങി 4 വയസ്സുകാരന് ദാരുണാന്ത്യം. ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. ഗുരുവായൂരിൽ പലിശ സംഘത്തിന്റെ ഭീഷണിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശ ഇടപാടുകാരനെതിരെ കൂടുതൽ പരാതികൾ. പലിശ ഇടപാടുകാരൻ പ്രക്ലേഷിന്റെ ഭീഷണി സന്ദേശം പുറത്ത്. കേച്ചേരിയിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുഖ്യപ്രതി ജാബിർ ഒളിവിൽ. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ നേതാവിന് പരിക്കേറ്റു. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്ന കൊള്ളയ്ക്കെതിരെയും ഗുരുവായൂർ ദേവസ്വത്തിലെ അഴിമതിയും ഗജസമ്പത്ത് ഇല്ലാതാക്കുന്നതിനുള്ള ഗൂഢനീക്കത്തിനെതിരെയുമാണ് BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തിയത്. കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് മഹാരാജ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടയിലാണ് യുവമോർച്ച നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അമൃത അശോകന് പരിക്കേറ്റത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ ഇവർ നടപ്പാതയിൽ തലയിടിച്ച് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഇവർ പ്രാഥമിക ചികിത്സ നേടി. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡുകളിലെ പ്രസിഡന്റുമാർ കണ്ണടച്ച് തുറക്കും മുൻപ് കോടീശ്വരന്മാരാകുകയാണെന്ന് MT രമേശ് പറഞ്ഞു. ദേവസ്വം ബോർഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കൊള്ള യാതൊരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചമ്പറത്ത്, ദയാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ ദേവസ്വത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണെന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അറിയിച്ചു. ദേവസ്വത്തിന്റെ സ്വർണമോ വിലപ്പെട്ട മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. ശേഖരത്തിലുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ളവയും സ്റ്റോക്ക് രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും വി.കെ. വിജയൻ പ്രസ്താവനയിൽ പറഞ്ഞു. ദേവസ്വത്തിന്റെ ആനകളുടെ മുറിച്ച കൊമ്പുകളും ചെരിഞ്ഞ ആനകളുടെ കൊമ്പുകളും വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ശേഷമുള്ള ബാക്കിയുള്ള സ്വർണം കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള മിന്റിൽ ഉരുക്കി ബാറുകളാക്കി മുംബൈയിലുള്ള SBI ബ്രാഞ്ചിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന കുങ്കുമപ്പൂവ് പ്രത്യേക സ്റ്റോക്ക് രജിസ്റ്ററിൽ ചേർക്കുന്നതായും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ സമർപ്പിച്ച 2000 കിലോ തൂക്കമുള്ള ഉരുളി തിടപ്പിള്ളിയിൽ പായസ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. 2019-20 ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന വിഷയങ്ങളിൽ ഹൈക്കോടതിയിൽ ദേവസ്വം സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചതായും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനില്ലെന്നും ദേവസ്വം ചെയർമാൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കേച്ചേരിയിൽ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത സംഭവത്തിൽ 2ാം പ്രതിയായ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. 1ാം പ്രതി കേച്ചേരി സ്വദേശി പുതുവീട്ടിൽ ജാബിറിന്റെ സഹോദരന്റെ ഭാര്യ മഞ്ചേരി പാലക്കുളം സ്വദേശിനി ഷാനയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പമ്പിൽ പെട്രോൾ അടിക്കാൻ എത്തിയ ഷാന 500ന്റെ നോട്ട് നൽകുകയും ഇത് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കിയ പെട്രോൾ പമ്പിലെ ജീവനക്കാരി വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ജാബിറിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ട് പിടികൂടിയത്. 500, 200, 100 രൂപകളുടെ കള്ളനോട്ടാണ് A4 ഷീറ്റും പ്രിന്ററും ഉപയോഗിച്ച് പ്രതികൾ കളറിൽ പ്രിന്റ് ചെയ്തത്. 40,000-ഓളം രൂപയുടെ കള്ളനോട്ട് ആണ് പോലീസ് പിടികൂടിയത്. ഷാനയെ പെട്രോൾ പമ്പ് ജീവനക്കാരി തിരിച്ചറിഞ്ഞതോടെ 1ാം പ്രതി ജാബിൽ ഒളിവിൽ പോയി. അറസ്റ്റ് ചെയ്ത ഷാനയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 1ാം പ്രതി ജാബിറിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുപ്പിയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങി 4 വയസ്സുകാരൻ മരിച്ചു. ആദൂര് കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. വീടിനുള്ളിലിരുന്ന് കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ശ്വാസം കിട്ടാതെ കുട്ടി പിടയുന്നത് കണ്ട വീട്ടുകാർ ഓടിവന്ന് തട്ടി നോക്കിയപ്പോൾ നീലക്കളറിലുള്ള വസ്തു തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നതായി കണ്ടത്. ഉടൻ തന്നെ കുട്ടിയെ പന്നിത്തടം അൽ അമീൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശ ഇടപാടുകാരനെതിരെ കൂടുതൽ പരാതികൾ. പലിശ ഇടപാടുകാരൻ നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. പ്രഹ്ലേഷ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. മുസ്തഫയുടെ ആത്മഹത്യയ്ക്ക് ശേഷവും പണം കടം വാങ്ങിയവർക്ക് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചതായി പറയുന്നു. 20-ന് ഗുരുവായൂർ സ്വദേശിക്ക് അയച്ച സന്ദേശത്തിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത മുസ്തഫയിൽ നിന്ന് സ്ഥലം ഉൾപ്പെടെ പലിശക്കാരൻ എഴുതി വാങ്ങിയിരുന്നു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തൃശൂർ ഉൾപ്പെടെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കനത്ത മഴയിൽ പുല്ലടിയിൽ വൻ കൃഷിനാശം. വിത കഴിഞ്ഞ 200 ഏക്കറിലധികം സ്ഥലത്താണ് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. വെള്ളം വറ്റിച്ചു കളയാനുള്ള ശ്രമം ആരംഭിച്ചതായി പുല്ലടി കോൾപ്പടവ് സംഘം പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥൻ പറഞ്ഞു. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിക്ക് നൽകിയ നോട്ടീസ് പോലീസ് പിൻവലിച്ചു. പരാതിക്കാരി ഹാജരാകേണ്ടതെന്ന് പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചു. തന്നെക്കുറിച്ചുള്ള വ്യക്തിപരമായ വിവരങ്ങൾ നോട്ടീസിലുണ്ടെന്നും ഈ വിവരം പുറത്തുവിടരുതെന്നും പോലീസിന് കർശന നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മൊഴിയെടുക്കുവാനുള്ള നോട്ടീസ് പോലീസ് പിൻവലിച്ചത്.
പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷം ആത്മഹത്യ ചെയ്ത കോടശ്ശേരി ചെമ്പൻകുന്നിലെ ലിൻഡോയുടെ മൃതദേഹം വെള്ളിയാഴ്ച സംസ്കരിക്കും. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ഇന്ന് ഉച്ചതിരിഞ്ഞാണ് വീട്ടിലെത്തിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് മരണകാരണമെന്ന് ആരോപിച്ച് വീട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു. മരണത്തിന്റെ കാരണം അന്വേഷിക്കുമെന്ന് ചാലക്കുടി ഡിവൈഎസ്പി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 14-നാണ് വെള്ളിക്കുളങ്ങര പോലീസ് ലിൻഡോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. കുറ്റിച്ചിറയിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റിരുന്നു. ഇതിലെ പ്രതി ഡെയ്സൺ ഒളിവിൽ പോയപ്പോഴാണ് സുഹൃത്തായ ലിൻഡോയെ പോലീസ് ചോദ്യം ചെയ്യാൻ നേരത്തെ കസ്റ്റഡിയിലെടുത്തത്. ചാലക്കുടി തവളക്കുടിയിൽ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന 44 കുടുംബങ്ങളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കി നൽകുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സഹകരണത്തോടുകൂടിയാണ് വനം വകുപ്പിന്റെ അധീനതയിലുള്ള ചാലക്കുടി ഉൾവനത്തിലെ 44 ആദിവാസികളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി നൽകുന്നത്. ഉന്നതിയിലെ താമസക്കാർക്ക് വെള്ളം, വെളിച്ചം, വഴി എന്നിവയുടെ പോരായ്മകൾ പരിഹരിച്ച് കുട്ടികളുടെ +2 വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി നൽകി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള സാഹചര്യമൊരുക്കും. മലയ വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ വീടുകളുടെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതെന്ന് MLA വ്യക്തമാക്കി. സ്കൂൾ യുവജനോത്സവങ്ങൾ കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ചരിത്രത്തിൽ അത്ഭുതകരമായ അടയാളപ്പെടുത്തലുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പറഞ്ഞു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം മുക്കാട്ടുകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശിശു കേന്ദ്രീകൃതമായ കലോത്സവമായി ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം മാറണമെന്നും സ്വർണ്ണക്കപ്പ് തൃശൂരിൽ തന്നെ നിലനിർത്തണമെന്നുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു. മുക്കാട്ടുകര ബത്ലഹേം ഹൈസ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഈസ്റ്റ് AEO ജീജ വിജയൻ, ഒല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് KR രവി, കോർപ്പറേഷൻ കൌൺസിലർമാരായ ശ്യാമള മുരളീധരൻ, സുബി സുകുമാരൻ, രേഷ്മ ഹമാജ് തുടങ്ങിയവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 90 സ്കൂളുകളിൽ നിന്നുള്ള 4600ഓളം കുട്ടികളാണ് 18 വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. കലോത്സവത്തിന്റെ 2ാം ദിനമായ വ്യാഴാഴ്ച ഒപ്പന, ഭരതനാട്യം, നാടോടി നൃത്തം, ശാസ്ത്രീയ സംഗീതം, പദ്യം ചൊല്ലൽ, മാർഗം കളി, പരിചമുട്ട്, വട്ടപ്പാട്ട്, ചവിട്ടുനാടകം തുടങ്ങിയ മത്സരങ്ങളും അരങ്ങേറി. കോടാലി ചെമ്പുച്ചിറയിൽ നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് വീണു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. 3 മുറി സ്വദേശി ജോർജ് സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിലേക്ക് വീണത്. ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കുളത്തിൽ വീണ കാർ ക്രെയിൻ ഉപയോഗിച്ച് കയറ്റി. നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് ടർഫിന് സമീപം ഇന്ന് പുലർച്ചെയാണ് അപകടം. നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമറിന്റെ സുരക്ഷാവേലി ഇടിച്ചു തകർത്തു. ട്രാൻസ്ഫോമറിന് കേടുപാടുകൾ പറ്റി. കാറിന്റെ ഒരു വശവും തകർന്ന നിലയിലാണ്. കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് സാരമായ പരിക്കുകളില്ല. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. മാള വലിയ പറമ്പിൽ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മോഷ്ടാവ് സൈക്കിളിൽ വരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. പ്രധാന റോഡുകളിലേക്കുള്ള നിരീക്ഷണ ക്യാമറകളാണ് പരിശോധിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഷട്ടർ താഴിട്ട് പൂട്ടുന്ന കുറ്റി തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. 1.5 പവന്റെ സ്വർണ്ണാഭരണമാണ് നഷ്ടപ്പെട്ടത്. ആലത്തൂർ സ്വദേശി പഷ്ണത്ത് വീട്ടിൽ രവീന്ദ്രന്റെ നവരത്നം ജ്വല്ലറി വർക്സിന്റെ കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. മാള SI PM റഷീദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്.
മുള്ളൂർക്കര ആറ്റൂർ അറഫ സ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടുപന്നി വീണു. കാട്ടുപന്നിയുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് കാട്ടുപന്നിയെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കാട്ടുപന്നിയെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു. പടിയൂർ പഞ്ചായത്ത് തോട് കെട്ടിവെച്ചത് മൂലം പോത്താനി പാടശേഖരവും കുട്ടാടൻ പാടശേഖരവും സമീപ പ്രദേശത്തെ വീടുകളിലുമെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായതായി കർഷകർ ഇരിങ്ങാലക്കുടയിൽ പറഞ്ഞു. എടത്തിരുത്തി കോൾപ്പാടം കർഷകരുടെ സ്വാർത്ഥ താൽപര്യത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് കർഷകർ ആരോപിച്ചു. തോട് തുറക്കണമെന്നാവശ്യപ്പെട്ട് പടിയൂർ പഞ്ചായത്ത്, പടിയൂർ കൃഷിഭവൻ, കാട്ടൂർ പോലീസ്, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കർഷകർ പറഞ്ഞു. 150 ഏക്കർ വരുന്ന പോത്താനി പാടശേഖരവും 100 ഏക്കർ വരുന്ന കുട്ടാടൻ പാടശേഖരവും നശിച്ചു പോകുന്ന സാഹചര്യത്തിലാണെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടി. KV മോഹനൻ, VK മനോഹരൻ, ജിജു പൈലൻ, ബിനീഷ്, ജോഷി, ഭാസ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. മെഗാ കേബിൾ ഫെസ്റ്റ് എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ആദൂരിൽ 4 വയസ്സുകാരൻ മരിച്ചത് പേനയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി എരുമപ്പെട്ടിയിൽ നിന്നും റഷീദ് ചേരുന്നു. റഷീദ്, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പ്രിയങ്ക, ഉച്ചയ്ക്ക് ശേഷം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പേനയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങിയാണ് മരിച്ചതെന്ന് മനസ്സിലാക്കിയത്. ആദ്യം നമുക്ക് ലഭിച്ചിരുന്ന വിവരം കുപ്പിയുടെ മൂടി വിഴുങ്ങിയാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു. വീട്ടുകാരും അതുപോലെ തന്നെ പരിശോധിച്ച ഡോക്ടറുമെല്ലാം അത്തരത്തിലാണ് മനസ്സിലാക്കിയിരുന്നത്. കാരണം രാവിലെ 9 മണിക്കാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. വീടിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുട്ടി കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും രക്ഷിതാക്കളും കൂടി കുട്ടിയെ പന്നിതടുത്ത് അല്ലമിൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു. ഇതിനുശേഷം അവിടുത്തെ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് നീല നിറത്തിലുള്ള ഒരു വസ്തു കുട്ടിയുടെ ലെൻസിന് സമീപം കണ്ടെത്തിയത്. അത് കുപ്പിയുടെ മൂടിയായിരുന്നു എന്ന നിഗമനത്തിലായിരുന്നു ഡോക്ടർമാർ. അതുകൊണ്ടാണ് അത്തരത്തിൽ കുട്ടിയുടെ മൂടി വിഴുങ്ങിയാണ് കുട്ടി മരിച്ചതെന്നുള്ള തരത്തിൽ വിവരം നമുക്ക് ലഭിച്ചത്. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചപ്പോൾ കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത് പേനയുടെ മൂടിയാണ് കുട്ടി വിഴുങ്ങിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേനയുടെ മൂടി വിഴുങ്ങിയതാവാമെന്ന് കരുതുന്നു. കാരണം ഈ പേനയുടെ മൂടിക്കൊപ്പം മണ്ണ് പുരണ്ടതായും പറയുന്നു. അപ്പൊ കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഭിച്ച പേനയുടെ മൂടി വായിലിട്ട് കടിച്ചപ്പോൾ അബദ്ധത്തിൽ ഇറങ്ങിപ്പോയതാകാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഈ വിവരം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. കുട്ടി ആദൂർ അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അംഗനവാടിയിലേക്ക് കുട്ടിയെ പറഞ്ഞയക്കുന്നതിന് വേണ്ടി വീട്ടുകാർ ഭക്ഷണം കൊടുത്തിരുന്നു. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുട്ടി കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ വീട്ടുകാർ ഓടിയെത്തിയപ്പോൾ കുട്ടി ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി. അതായത് അടുത്തുള്ള നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്ക് ഏകദേശം 20 മിനിറ്റോളം സമയം കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ എടുത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ സംഭവം അറിഞ്ഞ് നാട്ടുകാർ എത്തുമ്പോഴേക്കും അത്ര വൈകിയിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു. അങ്ങനെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ഡോക്ടർമാർ പരിശോധന നടത്തിയപ്പോഴാണ് നീല നിറത്തിലുള്ള ഒരു വസ്തു ലെൻസിന് സമീപം കണ്ടെത്തിയത്. അപ്പോൾ അത് കുപ്പിയുടെ മൂടിയാകാമെന്നായിരുന്നു നിഗമനം ഉണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പേനയുടെ മൂടിയാണെന്ന് കണ്ടെത്തിയത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഏതാനും സമയത്തിനുള്ളിൽ കുട്ടിയെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രിയങ്ക. ശരി റഷീദ്. ആദൂരിൽ 4 വയസ്സുകാരൻ മരിച്ചത് പേനയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി. കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷാഹലാണ് മരിച്ചത്.
ചെസ് അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ചെസ് ഇൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടക്കും. കോലഴി ചിന്മയ വിദ്യാലയത്തിൽ 25-26 തീയതികളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 12 കാറ്റഗറികളിലായി 16 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പിലെ വിജയികൾക്ക് 36,000 രൂപയുടെ ക്യാഷ് പ്രൈസും 125 ട്രോഫികളും നൽകും. വാർത്താ സമ്മേളനത്തിൽ തൃശൂർ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് വിപിൻ വിജയൻ, കോളഴി ചിന്മയ വിദ്യാലയം പ്രിൻസിപ്പൽ എം ബിനി എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ടെസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ആൻഡ് ഓണേഴ്സിന്റെ നേതൃത്വത്തിൽ നവംബർ 1 ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പിച്ചച്ചട്ടിയുമായി പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. 1 വർഷം കാലാവധിയുള്ള പെട്രോൾ വാഹനങ്ങളുടെ വെട്ടിക്കുറച്ച് ഫീസ് പുനഃക്രമീകരിക്കുക, വാഹൻ PUC സൈറ്റിലെ അപാകതകൾ പരിഹരിക്കുക, കാലിബ്രേഷൻ ഓട്ടോമാറ്റിക്കായി അപ്രൂവൽ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. സമരത്തിന്റെ തുടർച്ചയായി KSRTC തുടങ്ങാൻ പോകുന്ന വാഹന പുക പരിശോധന കേന്ദ്രങ്ങൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരങ്ങളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ഗിരീഷ് പാലരി, ജനറൽ സെക്രട്ടറി ഷിബിൻ, വൈസ് പ്രസിഡന്റുമാരായ വിപിൻ ദാസ്, സജീവൻ, സംസ്ഥാന ട്രഷറർ ലതാ സുരേഷ് എന്നിവർ പങ്കെടുത്തു. പഴയന്നൂർ പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള വള്ളവും വലയും പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ചിരക്കുഴി ഡാം പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A സൗഭാഗ്യവതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ G പ്രദീപ്, രാധ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുരിയാടിന്റെ യുവത ജീവിത ലഹരിയിലേക്ക് എന്ന ആശയമുയർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേച്ചിച്ചിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ആനന്ദപുരം മുരിയാട് മേഖലയിൽ പദയാത്ര സംഘടിപ്പിച്ചു. ആനന്ദപുരം ആശുപത്രി ജംഗ്ഷനിൽ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ മാനേജർ വാസു പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. രതി ഗോപി, KU വിജയൻ, ശ്രീജിത്ത് പട്ടത്ത്, K വൃന്ദാകുമാരി, നിജി വത്സൻ എന്നിവർ നേതൃത്വം നൽകി. കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പവനൻ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സംസ്ഥാനതല സമാപനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. 1 വർഷം നീണ്ടുനിന്ന പവനൻ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഞായറാഴ്ച രാവിലെ 9:30 സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കും. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി അഡ്വക്കേറ്റ് KP രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ കേരള യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി TK ശക്തിധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ C ചന്ദ്രബാബു, അനിൽ, MK ശശിധരൻ എന്നിവർ പങ്കെടുത്തു. വൈവിധ്യവും ചെറുത്തുനിൽപ്പും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള 20ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വെള്ളിയാഴ്ച മുതൽ തൃശൂരിൽ തുടക്കമാകും. 24 മുതൽ 31 വരെ നീണ്ടുനിൽക്കുന്ന മേളയിൽ 11 വനിതാ സംവിധായകരുടെ സിനിമകളും 26 നവാഗത സംവിധായകരുടെ ചിത്രങ്ങളും ഉൾപ്പെടെ 52-ൽ പരം സിനിമകൾ പ്രദർശിപ്പിക്കും. കൈരളി ശ്രീ തിയേറ്ററിലും രവികൃഷ്ണ തിയേറ്ററിലുമായിട്ടാണ് ചലച്ചിത്രോത്സവം നടക്കുക. മേളയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 11:30 ശ്രീ തിയേറ്ററിൽ മാധ്യമപ്രവർത്തകൻ ശശികുമാർ നിർവഹിക്കും. നവാഗത സംവിധായകരുടെ സിനിമകൾക്കായി ഷാജി N കരുൺ ഫിലിം അവാർഡ്, ഏഷ്യൻ, ഇന്ത്യൻ, മലയാളം വിഭാഗങ്ങളിലെ മികച്ച സിനിമകൾക്കും മികച്ച നവാഗത സംവിധായകനുമുള്ള 4 അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചെലവൂർ വേണു ഫിലിം അവാർഡും ഇത്തവണ മേളയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ MP സുരേന്ദ്രൻ, അഡ്വൈസർ ഡോക്ടർ K ഗോപിനാഥൻ, ചിത്രാംഗന പ്രസിഡന്റ് കുസുമം ജോസഫ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചെറിയാൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണവില ഇന്നും ഇടിഞ്ഞു. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 11,465 രൂപയും പവന് 600 രൂപ താഴ്ന്ന് 91,720 രൂപയുമായി. ഇതോടെ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഗ്രാമിന് 705 രൂപയും പവന് 5,640 രൂപയുമാണ് കുറഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വില സർവകാല ഉയരത്തിലായിരുന്നു. അന്നത്തെ വിലയായ ഗ്രാമിന് 12,170 രൂപയിൽ നിന്നും പവന് 97,360 രൂപയിൽ നിന്നുമാണ് ഇപ്പോൾ വില വൻതോതിൽ താഴ്ന്നിറങ്ങിയത്.
തൃശൂർ സഹോദയ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കമായി. കെ രാധാകൃഷ്ണൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B ആനന്ദകൃഷ്ണൻ, അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS ഹംസ, അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ PM അബ്ദുള്ള ലത്തീഫ്, വൈസ് ചെയർമാൻ KM മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിൽ 75 സ്കൂളുകളിൽ നിന്നുള്ള 6000-ഓളം കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. പത്താം ക്ലാസ് കഴിഞ്ഞയുടൻ ബസിന്റെ ക്ലീനറായി തുടങ്ങി സാരഥിയായി തുടരുന്ന കർമ്മരംഗം 50 ആണ്ടിലെത്തുമ്പോഴും വളയം പിടിക്കുവാനുള്ള ഇഷ്ടം ഒടുങ്ങുന്നില്ല ഈ 66-കാരന്. ഒരേ ബസ് സർവീസിലാണ് ഈ ഡ്രൈവർ വിശ്വസ്തതയാർന്ന സേവനത്തിന്റെ 50 ആണ്ട് പിന്നിടുന്നത്. സ്റ്റേഷനിൽ ക്ലീനറായിട്ട് വന്നതാണ്. അങ്ങനെ കുറച്ചു കാലം ക്ലീനറായി പോയി. മെക്കാനിക്കലും അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ പഠിച്ചു. അന്ന് ഞങ്ങൾക്കൊരു ബസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഒരു ഫറഗോ എടുത്ത്, ഒരു പുതിയ വണ്ടി എടുത്ത് ലേലൻ്റെ അടുത്ത് ബോഡി കെട്ടി. പിന്നീട് വണ്ടികൾ ഒരു 4, 5, 6, 7 വണ്ടികളും ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. 15 കൊല്ലം പൂർത്തിയായിട്ടും അങ്ങനെ ഇരിക്കായിട്ട്. അക്കാലത്ത് റിപ്പയറിങ്ങിന് ബസ് രാത്രിയിലാണ് വർക്ക്ഷോപ്പിൽ കയറ്റുക പതിവ്. അങ്ങനെ ബസിന്റെ മെക്കാനിക്കൽ ജോലികളും മാധവൻ സ്വായത്തമാക്കി. ആദ്യം ഡ്രൈവറായ ബസിന്റെ എഞ്ചിൻ പണി സ്വയം ചെയ്തിറക്കാൻ അന്നത്തെ ഉടമയായിരുന്ന പള്ളിപ്പുറം അയ്യപ്പത്ത് കുട്ടപ്പന്റെ പ്രോത്സാഹനത്തിലൂടെ മാധവന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷം ഉടമയായ അയ്യപ്പത്ത് ശശിയുടെ അകാല വിയോഗത്തെ തുടർന്ന് ഇപ്പോഴത്തെ ഉടമ ശശിയുടെ സഹധർമ്മിണി ജയന്തിയും ശ്രീകൃഷ്ണയുടെ സാരഥ്യം മാധവനിൽ തന്നെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. 90 തൊട്ട് ശശി എന്ന ആളുടെ കൂടിയാണ് ഞാൻ. ആളിപ്പോൾ മരിച്ചു, ഒരു കൊല്ലം മുമ്പ് മരിച്ചു. അപ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്തം കൂടി കൊണ്ട് നടക്കും. നമ്മൾ തന്നെയായിട്ട് ഇപ്പോൾ ഒരു ഇതെല്ലാം കൊണ്ട് നടക്കുന്നത്. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ ഇപ്പോഴും ശാരീരികമായും മാനസികമായും ഒരു പ്രശ്നത്തിലാണ് പോകുന്നത്. അത്യാവശ്യം വീട് ചെറിയ സൗകര്യങ്ങളൊക്കെ ആയി പോകും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏത് പണി ചെയ്യണമെങ്കിലും അതിനോടുള്ളൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അരനൂറ്റാണ്ടിനിടയിൽ പറയത്തക്ക അപകടങ്ങളൊന്നും സംഭവിക്കാത്ത വിധം ബസിന്റെ വളയം ഇപ്പോഴും മാധവന്റെ കയ്യിൽ ഭദ്രമാണ്. കയ്യൂക്കിൻ്റെയും മത്സരപ്പാച്ചിലുകളുടെയും പരുക്കൻ രീതി സ്വീകരിക്കാതെ സുരക്ഷിതമായ ഡ്രൈവിങ്ങിലൂടെ വേറിട്ട മാതൃകയാവുകയാണ് ഈ 66-കാരൻ. TCV തൃശൂർ. തിരൂർ സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ ജപമാല മാസാചരണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് 10 ദിവസത്തെ ജപമാല പ്രദക്ഷിണത്തോടുകൂടിയ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. ഈ മാസം 31 വരെ വൈകിട്ട് ആഘോഷമായ ദിവ്യബലി, ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കുമെന്ന് വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ അറിയിച്ചു. ജപമാല പ്രദക്ഷിണത്തിന് സഹവികാരി ഫാദർ ജോമോൻ താണിക്കൽ, കൈക്കാരന്മാരായ വില്യം ചിറ്റാട്ടുകര, ആന്റണി പടുതല, ലിയോ പോൾ എന്നിവർ നേതൃത്വം നൽകി. മാള വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു. 90ഓളം വിദ്യാലയങ്ങളിലെ 3000-ഓളം വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്തത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാള സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളും കോട്ടയ്ക്കൽ സൊർഗോസോ ഹയർ സെക്കൻഡറി സ്കൂളും യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കോട്ടയ്ക്കൽ സൊർഗോസോ സ്കൂളും ആളൂർ സെയിന്റ് ജോസഫ് സ്കൂളും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. UP LP വിഭാഗത്തിൽ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് സ്കൂളും കോട്ടയ്ക്കൽ സൊർഗോസോ സ്കൂളും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ച് വടക്കേത്തറ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന ഹൈടെക് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP ശ്രീജയൻ, KA ഹംസ, A സൗഭാഗ്യവതി, P ജയപ്രകാശ്, T സന്തോഷ്, V ലതിക, V പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഈ മാസം 25-ന് മനുഷ്യചടങ്ങല
പൊതുമ്പച്ചിറയാരത്ത് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൊതുമ്പച്ചിറയാരത്ത് ആരംഭിച്ച ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള ബോട്ടിംഗിന്റെ ഉദ്ഘാടനവും തിങ്കളാഴ്ച വൈകിട്ട് നടക്കും. ഞായർ ഉച്ചയ്ക്ക് 2-ന് മുരിയാട് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന എഡ്യൂക്കേഷണൽ മീറ്റ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, സെക്രട്ടറി M ശാലിനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്തിൽ വനിതാ താരവം സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പം നോക്കി 5 കൊല്ലം മുമ്പുള്ള നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ? അല്ലല്ല, നല്ല വ്യത്യാസമുണ്ട്. കാര്യങ്ങൾക്ക് പറയാൻ, പ്രകടിപ്പിക്കാൻ, ഒരു കാര്യങ്ങൾ നടപ്പിലാക്കാനൊക്കെ ശേഷിയുള്ള പഞ്ചായത്തായിരുന്നു. അപ്പോൾ ഈ ശേഷി ഇന്നലെ വരെ എവിടെയായിരുന്നു? ഇന്നലെ വരെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ശേഷിക്ക് എന്ത് പറ്റി? എടക്കഴിയൂരിൽ ലൈഫ് കെയർ ആംബുലൻസ് ഡ്രൈവറെ ആദരിച്ചു. തറയിൽ വീട്ടിൽ അഫ്സലിനെയാണ് ആദരിച്ചത്. കോട്ടക്കൽ മീംസ് ഹോസ്പിറ്റലിൽ നിന്നും 3 മാസം പ്രായമായ കുട്ടിയെ എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് 163 കിലോമീറ്റർ 135 മിനിറ്റ് കൊണ്ട് അഫ്സൽ സാഹസികമായി എത്തിച്ചിരുന്നു. ലൈഫ് കെയർ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് അഫ്സൽ. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ആദരം ഉദ്ഘാടനം ചെയ്തു. മുജീബ് പുളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് അങ്കണവാടി കലോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, പഞ്ചായത്ത് അംഗങ്ങളായ KV ഇന്ദുലാൽ, രമ്യ, TV പുഷ്പ, PK ഓമന തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാട്ടർ ATM സ്ഥാപിച്ചു. ഗവൺമെന്റ് LP സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ ATMന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, വാർഡ് മെമ്പർ CD സിബി, സ്കൂൾ പ്രധാന അധ്യാപിക MK ഡൈനി തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് 2-ാം വാർഡിൽ കിഴക്കേടത്ത് താരാബാബുവിന് കെയർ ആൻഡ് ഷെയർ നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. E.T. ടൈസൺ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ സാഹിദ മുത്തുക്കോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, സംഘാടക സമിതി അംഗങ്ങളായ AR രവീന്ദ്രൻ, KG സഞ്ജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിൽ 26-27 തീയതികളിൽ നടക്കുന്ന ഷഷ്ടി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണ യോഗം ചേർന്നു. പാവറട്ടി SHO ജോസഫ് ആന്റണി നെറ്റോയുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. ദേവസ്വം മാനേജർ MV രത്നാകരൻ, പാവറട്ടി SI അനുരാഗ് എന്നിവർ കമ്മിറ്റികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി. വളണ്ടിയർ ക്യാപ്റ്റൻ K ബിനോജ്, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ ഹരിദാസൻ, അശോകൻ, PD രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds തൃപ്രയാർ. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേവസ്വത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. കേച്ചേരിയിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവം. മുഖ്യപ്രതിയുടെ സഹോദരന്റെ ഭാര്യയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി സ്വദേശിനി ഷാനയാണ് അറസ്റ്റിലായത്. ആദൂരിൽ 4 വയസ്സുകാരൻ മരിച്ചത് പേനയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. ഗുരുവായൂരിൽ പലിശ സംഘത്തിന്റെ ഭീഷണിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശ ഇടപാടുകാരനെതിരെ കൂടുതൽ പരാതികൾ. പലിശ ഇടപാടുകാരൻ പ്രക്ലേഷിന്റെ ഭീഷണി സന്ദേശം പുറത്ത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂരിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.